കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മെന്റർ തന്നെയാണ് എന്നെ PG പഠിപ്പിച്ച സാർ തന്നെയാണ് എന്നെ ഇത്രയും വലുതാക്കി ഇത്രയും കാര്യമായിട്ട് ചെയ്യാനായിട്ട് സാർ ഹെൽപ്പ് ചെയ്ത ആ മെന്റൽ സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളും നല്ല രീതിക്ക് അവർ സെൽഫായിട്ട് സഫീഷ്യന്റ് ആവണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം അവരെ പുഷ് ചെയ്ത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നു. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടും, ചില കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരും. അപ്പം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടേതാണ്. കാരണം ഇത് പറയാൻ കാരണം ഞാൻ PG പഠിക്കുന്ന സമയത്ത് എന്റെ ഫാദറിനെ വരെ ചീത്ത വിളിച്ചു. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം, വീട്ടിലിരിക്കുന്ന ഫാദറിനെ ഞാൻ എന്തിനാണ് ഇത്രയും ചീത്ത സാറിനെ കൊണ്ട് കേൾപ്പിക്കണം എന്ന് ഞാൻ അന്ന് തിരിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് എന്റെ ലൈഫിലെ ഇത്രയും അച്ചീവ്മെന്റ്സ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഇനിയുള്ള കാര്യം, അതായത് ഇനിയുള്ള എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഞാൻ 2026 ഡിസൈൻ ചെയ്തതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ ഒരു നാഷണൽ കോളേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. 2024 ഞാൻ ആദ്യമായിട്ട് ഡിസിഷൻ എടുത്തു. ഞാൻ എൻ്റെ മൂന്നാമത്തെ റെസിഗ്നേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യം ഒരു ഇഷ്യൂ വന്ന സമയത്ത് റെസിഗ്നേഷൻ ലെറ്റർ എഴുതി, പിന്നെ വീണ്ടും വന്ന സമയത്ത് വീണ്ടും ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി, പിന്നെ അതിനുശേഷം ഞാൻ എഴുതുന്നത് ലാസ്റ്റ് മന്താണ് എഴുതുന്നത്. ഏതാണ്ട് 1.5 വർഷം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തത്. ഡിസിഷൻ എടുത്തിട്ട് ഏതാണ്ട് 1.5 വർഷമായി. എസ്പെഷ്യലി ഞാൻ അത് ടീച്ചറിന് അക്സെപ്റ്റ് ചെയ്ത് വരാനുള്ള ഒരൊറ്റ സമയമാണ് ഞാൻ കൊടുത്തത്. കാരണം ഞാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശിവ ടീച്ചർ തന്നെയാണ്. അപ്പൊ അത്രയും ആ ഒരു സോൾമേറ്റ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ശിവ ടീച്ചറായിട്ട് പോയിട്ടുള്ളത്. കാരണം എന്റെ എല്ലാ ലൈഫിന്റെ ഏതാ ടീച്ചറിന്റെ എവറി പോയിന്റും മൊമെന്റ്സ്